ദൈവം ഓരോരുത്തർക്കും നൽകുന്ന വരദാനം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ കഴിവുകളും എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല. എന്നാൽ ലഭിച്ച കുറവുകളെ അതിജീവിച്ച് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അത്തരമൊരു അതുല്യ പ്രതിഭയാണ് എഴുത്തുകാരിയായിട്ടുള്ള മലയാളി പെൺകുട്ടി 18-കാരിയായിട്ടുള്ള കൃഷ്ണ പുഷ്പകാന്ത്. ലോക ശിശുദിനമായ നവംബർ 14-ന് ഷാർജ അന്തർദേശീയ പുസ്തകമേളയിലെ ഹരിത ബുക്ക് സ്റ്റാളിൽ വെച്ച് ഈ മിടുക്കിയുടെ അസാമാന്യ രചനാ പ്രതിഭയെ പ്രതികീർത്തിച്ചുകൊണ്ട് ലോക മലയാളി കൗൺസിൽ UAE നാഷണൽ കൗൺസിൽ പ്രത്യേക സ്നേഹബഹുമാനത്തോടെ ഉപഹാരം നൽകി. WMF മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ഷിജി മാത്യു ആദരിക്കൽ നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി നെറ്റ്വർക്കുമായി 167 രാജ്യങ്ങളിൽ 24 മണിക്കൂറും സേവനമനുഷ്ഠിക്കുന്ന പ്രവർത്തകരോടുകൂടിയ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ ഏറ്റവും സന്തോഷഭരിതമായ നിമിഷങ്ങളിലൊന്നായിരുന്നു കൃഷ്ണയെ ആദരിക്കാനുള്ള ഈ അവസരം. പാലക്കാട് ജില്ലയിലെ തൃത്താല സ്വദേശിനിയായ കൃഷ്ണ കഴിഞ്ഞ 32 വർഷമായി ഷാർജയിൽ താമസിക്കുന്ന നാരായണൻകുട്ടി മിനി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ്. 4-ാം വയസ്സിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോൾ മാതാപിതാക്കളുടെയും ഏക സഹോദരൻ വിഷ്ണുവിൻ്റെയും അശ്രാന്തമായ പിന്തുണയും ആത്മവിശ്വാസവും അവളെ കരുത്തുറ്റവളാക്കി. അതിൻ്റെ പ്രതിഫലനമാണ് ദുബായ് ഡ്രീംസ് ദ ട്വിൻസ് മെമ്മോർ എന്ന ഇംഗ്ലീഷ് കൃതി. കൂടാതെ തനിക്ക് തന്നെ രൂപകൽപ്പന ചെയ്ത കവർ പേജോട് കൂടിയ അതിൻ്റെ പ്രസിദ്ധീകരണം. ഈ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കൃഷ്ണ പറഞ്ഞു. ചടങ്ങിൽ WMF UAE നാഷണൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അക്ബർ സ്വാഗതം ആശംസിക്കുകയും പ്രസിഡന്റ് ശ്രീ സിയാദ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. നാഷണൽ കൗൺസിൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നജമുദ്ദീൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ഹിറ്റ് FM റേഡിയോ അവതാരകരായ ശ്രീ അർഫാസ്, ശ്രീ ഷാബു കിളിത്തൊട്ടിൽ, ഹരിത ബുക്ക് സ്റ്റാൾ ഉടമ ശ്രീ പ്രതാപൻ, എഴുത്തുകാരി ഷഹനാസ്, നിഷ രസീഷ്, കാസിം പുത്തമ്പുരക്കൽ, ജാസ്മിൻ സമദ്, ജൂഡ് പയസ്, ജമാൽ ഹൈദ്രോസ്, ബഷീർ ബെല്ല, റഫീഖ് ചളവറ, അനീഷ് കല്ലമ്പലം, ആസിഫ് മിർസ, ഹബീബ് റഹ്മാൻ, സിന്ധു നായർ, ദിലീപ് സൈദു, മൈമൂന എന്നിവരുൾപ്പെടെ അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ എന്നീ കൗൺസിലുകളിൽ നിന്നുള്ള WMF പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് ലോകത്തോട് പറയാനും സഹായിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും WMF UAE നാഷണൽ കൗൺസിൽ ട്രഷറർ ശ്രീ വീരാൻകുട്ടി നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ.